ഒരു പ്രധാനപ്പെട്ട ജൂത ആചാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഹോളി ഡിപ്പ് അഥവാ വിശുദ്ധ സ്നാനം. ഈ ആചാരത്തിനായി ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇതിനായുള്ള കുളങ്ങളെക്കുറിച്ചുള്ള റഫറൻസ് വിശുദ്ധ ബൈബിളിൽ പല ഭാഗത്തായി കാണാം. ഇന്നും ജൂതർ പിന്തുടരുന്ന ഈ ആചാരത്തിനായി മോഡേൺ സിനഗോഗുകളിൽ പോലും ഇതിനായുള്ള ക്രമീകരണങ്ങൾ ഉണ്ട്. പ്രകൃതിദത്തമായ ജലം ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കണം എന്ന ക്രൈറ്റീരിയ മെയിൻറ്റെയിൻ ചെയ്യാനായി പുതുതലമുറ സിനഗോഗുകളിൽ കോൺക്രീറ്റ് ടാങ്കുകളിൽ ശേഖരിക്കുന്ന ജലം ചെറിയ കുഴലുകൾ വഴി ഭൂമിയുമായി സമ്പർക്കത്തിൽ ആക്കിയിരിക്കുന്നു. വിശുദ്ധ മരവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു കുളത്തിൻ്റെ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പുരാതന ജെറുസലേമിൽ സോളമന്റെ വിശുദ്ധ ദേവാലയത്തിന് സമീപം അജകവാടത്തിന് അടുത്തായുള്ള ഒരു കുളം. പെട്ടെന്ന് ഒരു ദിനം സ്നാനഘട്ടം എന്നതിലുപരിയായി ഒരു അത്ഭുത കുളം എന്ന നിലയ്ക്ക് അതിൻ്റെ സ്റ്റാറ്റസ് മാറുകയാണ്. ഒന്നാം ദേവാലയ നശീകരണത്തിന് ശേഷം ഈ മാറ്റമെന്ന് പാരമ്പര്യ കഥകൾ പറയുന്നത്. ബെത്സദ കുളത്തിലെ ജലത്തിന് പെടുന്നനെ ഒരു അത്ഭുത ശക്തി കൽപ്പിച്ചു നൽകപ്പെടുന്നു. ചില പ്രത്യേക സമയങ്ങളിൽ ഇവിടുത്തെ ജലം ഇളകി മറിയും. ആ സമയം ജലത്തിൽ സ്പർശിക്കുന്ന രോഗികൾക്ക് സൗഖ്യം ലഭിക്കും. അക്കാലത്ത് ഈ കുളത്തിൻ്റെ പടവുകളിൽ പലതരത്തിലുള്ള രോഗികളുടെ ഒരു കൂട്ടമായിരുന്നു. ഇളകുന്ന ജലത്തിൽ ഒന്ന് തൊടുവാനുള്ള പരസ്പര മത്സരവും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ രോഗികളുടെ ഇടയിലേക്ക് ഒരു മനുഷ്യൻ വരുന്നു. രോഗസൗഖ്യത്തിനായി പ്രാർത്ഥനയിൽ കഴിയുന്ന രോഗികളിൽ തളർവാദം പിടിവിട്ട ഒരുവൻ്റെ അടുത്തേക്കാണ് അവൻ വന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 38 വർഷം രോഗിയായിരുന്ന അവനെ ക്രിസ്തു സൗഖ്യമാക്കിയത് അതിമനോഹരമായി വിവരിക്കുന്നുണ്ട്. ഈ സംഭവവും വിശുദ്ധ കുരിശുമായുള്ള ബന്ധം എന്തെന്നല്ലേ? അതിലേക്കാണ് നമ്മൾ വരുന്നത്. ക്രിസ്തുവിന് മുന്നേ തന്നെ ഒന്നാമത്തെ ദേവാലയം തകർക്കപ്പെട്ടുവെന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നുവല്ലോ. ദേവാലയത്തിൻ്റെ ചുവരുകളും മരങ്ങളും പൊതിഞ്ഞിരുന്ന സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളും കൊള്ളയടിക്കപ്പെട്ടു. അന്ന് ദേവാലയത്തിൽ സ്വർണത്തിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന വിശുദ്ധ മരം സ്വർണം അടർത്തി മാറ്റിയ ശേഷം ഈ കുളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു. ഇവിടെ നിന്നും ഏതാനും മീറ്റർ അകലെ തന്നെയാണ് വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഗോൾഡൻ ലെജൻഡ്സ് പറയുന്നത് മാലാഖമാർ വിശുദ്ധമരം സന്ദർശിക്കുവാൻ ഇവിടെ എത്തുമ്പോഴാണ് ഇവിടുത്തെ ജലം ഇളകിമറിയുന്നത് എന്നാണ്. അല്പം ഇമാജിനേഷൻ ഉപയോഗിച്ചാൽ യേശുക്രിസ്തു തൻ്റെ കുരിശിനായുള്ള മരം ഇവിടെ നിന്ന് നോക്കിക്കാണുന്നത് നമുക്ക് കാണാം. രോഗസൗഖ്യം നൽകുന്നതിലൂടെ ഇവിടെ ഇളകുന്ന ജലമല്ല, മറിച്ച് താൻ തന്നെയാണ് സൗഖ്യദാതാവ് എന്ന പ്രൊക്ലമേഷനും ഇവിടെ നടക്കുന്നുണ്ട്. വീണ്ടും ലെജൻഡ്സ് പറയുന്നത് ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം അഥവാ കാലത്തിൻ്റെ തികവിൽ ജൂത പ്രമാണിമാർ വിശുദ്ധമരം കുരിശിനായി ഇവിടെ നിന്നും എടുത്തു എന്നാണ്. മറ്റൊരു അനുബന്ധം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. 38 വർഷമായ രോഗിക്കാണ് ക്രിസ്തു ഇവിടെ വെച്ച് സൗഖ്യം നൽകുന്നത്. 38 എന്ന നമ്പറിന് ഹീബ്രു പാരമ്പര്യത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ഹീബ്രു സമൂഹം കദേഷ് ബർണയിൽ ദൈവവുമായി ആദ്യത്തെ റിബലിസത്തിന് ശേഷം 38 വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടന്നതിന് ശേഷമത്രേ വാഗ്ദത്ത ഭൂമിയിൽ എത്തിയത്. ഒരു മനുഷ്യൻ്റെ പ്രത്യാശയുടെ അങ്ങേയറ്റമാണ് ഈ കാലയളവ്. മറ്റൊരു പ്രത്യേകത സോളമൻ്റെ തന്നെ സങ്കീർത്തനമായ 38-ാം സങ്കീർത്തനമാണ് ജൂതന്മാർ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്നത് എന്നതാണ്.